സാർ, യേശുവിനെ ക്രൂശിക്കാൻ പടയാളികൾക്കും ആൾക്കൂട്ടത്തിനും വിട്ടുകൊടുത്തതിന് ശേഷം, വിധിന്യായം പറഞ്ഞതിന് ശേഷം പീലാത്തോസ് ചെയ്തത് കൈ കഴുകി. എന്നിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ല. ബഹുമാന്യരായ ഭരണകക്ഷി അംഗങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് പീലാത്തോസിനെയാണ് ഓർമ്മ വന്നത്. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത ആളുകൾ ഇപ്പോൾ നിയമസഭയിൽ വന്ന് പറയുകയാണ് അദ്ദേഹം നീതിമാനായിരുന്നു, ആ നീതിമാന്റെ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പറയുന്നത്. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ജനവിരുദ്ധ സർക്കാരായിട്ടുള്ള, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്തിട്ടുള്ള ഏറ്റവും ജനവിരുദ്ധ സർക്കാരായിട്ടുള്ള സർക്കാരിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഏതാണെങ്കിലും 4-ാം തീയതി ഫലം അറിയുമ്പോൾ പുതിയ സർക്കാർ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അത് ആരും ആകട്ടെ, ഏതായാലും UDF-നാണ് സാധ്യത എന്നൊക്കെ പൊതുവെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കും അതിനകത്ത് ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്ത് കാണേണ്ട കാര്യം, UDF-നകത്ത് ഞാൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കോലാഹലങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രധാനപ്പെട്ട പല വ്യക്തിത്വങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, പിന്നെയും ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ, അതിനിടയ്ക്ക് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ശക്തമായ താക്കീത്, അതായത് ദേശീയ നേതൃത്വം, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇത്തരം പ്രചരണങ്ങൾ ആരും നടത്താൻ പാടില്ല, അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പലരും പിന്മാറിയിട്ടുണ്ടെങ്കിൽ പോലും കൂടെ ഇപ്പോൾ പുതിയ ചില തന്ത്രം നമുക്കറിയാം. PR വർക്കിൻ്റെ കാലഘട്ടമാണ്. ഈ PR വർക്കുകളെ കൊണ്ട് അവരെ കൊണ്ട് ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കുന്നു. അതിനുശേഷം അത് വലിയ വാർത്തയാക്കുന്നു. ഇപ്പം ഇന്ന് നടന്നൊരു സംഭവം പോലെ കൂടെ മൂവാറ്റുപുഴ VD സതീശന് വേണ്ടിയിട്ട് ഒരു ഫ്ലക്സ് ഉയർന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു, പലർക്കും വേണ്ടിയിട്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ടുണ്ട്, KC വേണുഗോപാലിന് വേണ്ടിയിട്ടുണ്ട്, VD സതീശന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ PR വർക്ക് നടക്കുന്നത്. മൂവാറ്റുപുഴ നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്രസ്സൊന്നുമില്ലാതെ ഒരു ഫ്ലക്സ് സ്ഥാപിക്കപ്പെടുന്നു. കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞ് ഇടപെട്ട് ആ ഫ്ലക്സ് ബോർഡ് എടുത്തു മാറ്റുന്നു. അത് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് വാർത്ത കൊടുക്കുന്നു. അതാണ് ഇതിൻ്റെ തന്ത്രം. PR വർക്കിൻ്റെ ചില തന്ത്രങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നേ ദിവസം വാർത്താ മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ അത് വലിയൊരു വാർത്തയാണ്. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് VD സതീശനാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് ഒരു പ്രചരണം, അങ്ങനെ ഒരു ഹൈപ്പ് പൊതുസമൂഹത്തിൽ കൊടുക്കുക എന്നുള്ള ഒരു ഹിജൻ അജണ്ട കൂടി ഇതിൻ്റെ പിന്നിൽ നടക്കുന്നതായിട്ടാണ് പൊതുവെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്കറിയാം, VD സതീശൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ചിട്ടുണ്ട് UDF. അതൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അന്നേരമൊക്കെ ഈ UDF ഒറ്റക്കെട്ടായി നിൽക്കാനും UDF-ന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അതിലെ ഏറ്റവും നട്ടലായിട്ട് പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അതിശക്തപരമായിട്ടുള്ള നേതാക്കന്മാർ അതിശക്തമായിട്ട് തന്നെ ഒരു രംഗപ്രവേശനത്തുണ്ടായിരുന്നു, ഒരു പ്രവർത്തന മണ്ഡലത്തിലുണ്ടായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ അവസാന ലാപ്പിൽ ഫൈനൽ കളി വന്നു കഴിഞ്ഞപ്പോൾ ഈ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ള വ്യക്തികളെ ഈ നിസ്സാരമായ പെണ്ണുകേസുകളുടെ പേരിൽ തഴഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടിയ ആ കോലാഹലങ്ങൾ, അതൊക്കെ ശരിക്കും എത്രമാത്രം UDF-നെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി അത് VD സതീശനാണ് എന്നുള്ളത് നമ്മൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഏകദേശം 2015 VD സതീശൻ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ആ ഒരു കാലഘട്ടത്തിൽ പലരും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇന്നത്തെ ഭരണകക്ഷിയായ അന്നത്തെ പ്രതിപക്ഷമായ ഈ പിണറായിസ്റ്റുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് VD സതീശൻ നടത്തിയ ക്രൂരമായ പ്രവൃത്തി ഒരു പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്നുള്ളൊരു ലേബലിൽ പോലും കൂടെ അന്ന് അറിയപ്പെട്ടിരുന്നു. അത് ഇപ്പോഴും പലർക്കും അറിയാം. ആ സംഭാഷണങ്ങളും ആ വീഡിയോസൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുന്നുണ്ട്. അങ്ങനെ ഒരു പരിധിവരെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ശക്തമായിട്ട് കൂട്ടത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ VD സതീശൻ.
അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് 2015 കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇപ്പോഴും നമുക്കറിയാം ഈ രാഹുൽ മാക്കൂട്ട വിഷയത്തിൽ പോലും കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറവൂരുള്ള ഒരു നടി എന്ന ഒരു സ്ത്രീയാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. അതുവരെ ആരും അറിയാണ്ടിരുന്ന ആ ഒരു നടിയെ രംഗത്തിറക്കി പിന്നിൽ നിന്ന് കളിച്ചതും ഈ വി.ഡി. സതീശൻ തന്നെയാണ് എന്നുള്ളത് പൊതുസമൂഹം ഏറ്റവും കൂടുതൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ശരി, ഇതിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ അതായത് ശരിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു ഹിഡൻ അജണ്ട അതുകൂടി ഈ ചില നേതാക്കൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. തന്നെയുമല്ല, ഇപ്പോഴത്തെ ഈ ഭരണകൂട ഭീകരത, ഇപ്പം നിലവിലുള്ള ഈ പിണറായിസ്റ്റ് ഭരണകൂട ഭീകരതയുടെ ഒരു ബി ടീമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് വരുന്നതെങ്കിൽ പൊതുസമൂഹം അതിനെ നോക്കിക്കാണുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഓണക്കാലത്ത് പോലും കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ തല്ലുകൊണ്ട് വീഡിയോസൊക്കെ പുറത്തൂടെ പ്രചരിക്കുന്ന സമയത്ത് ബായി ആയിട്ടിരുന്നുകൊണ്ട് ഓണസദ്യ ഉണ്ട് സന്തോഷിക്കുന്ന വി.ഡി. സതീശനെയും പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയുമല്ല, ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ CPM നേതാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു UDF നേതാവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ എന്നുള്ളതും നമ്മളിവിടെ എടുത്ത് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പിണറായി വിജയൻ്റെ ബി ടീമാണ് വി.ഡി. സതീശൻ്റെ ടീം എന്നുള്ളതും ഇവിടെ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ്. പിന്നെ പെണ്ണ് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലും കൂടെ നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു പരമോന്നത കോടതിയുടെ ഒരു ഒബ്സർവേഷൻ വന്നിരിക്കുന്നു. അതായത് ജഡ്ജി BV നാഗരത്ന പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു കാര്യം. അതായത് നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാർ പോലും കൂടെ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഇപ്പോൾ കുടുംബ കോടതികളിലും ഡിവോഴ്സ് പെറ്റീഷനും മറ്റും ഗാർഹിക പീഡനമായിട്ട് നിരന്തരം കേസുകൾ കണ്ടമാനം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുരുഷനും സ്ത്രീയും യോജിച്ച് ജീവിച്ചതിന് ശേഷം പിന്നീട് പീഡന പരാതിയായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എത്രമാത്രം സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനായിട്ട് ബഹുമാനപ്പെട്ട ജഡ്ജി BV നാഗരത്ന അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതായത് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, കുറേ കാലം കഴിഞ്ഞിട്ട് പീഡനം നടന്നു അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുമിച്ച് നടക്കാൻ നേരത്തും ഒരുമിച്ച് കിടക്കാൻ നേരത്തും ഒരുമിച്ച് സുഖിക്കാൻ നേരത്തും ഇതൊക്കെ ഓർക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദിച്ചു വെച്ചത്. ഈ ഒരു ഭാഗം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ ആ കേസ് വന്നു കഴിഞ്ഞപ്പോൾ കരുതി ഏതെങ്കിലും സാധാരണ യുവതികളെ അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള കുട്ടികളെ ആയിരിക്കാം, 18 വയസ്സ് തികയാത്തവരോ അല്ലെങ്കിൽ 18 വയസ്സ് ജസ്റ്റ് 18 വയസ്സ് മാത്രമായിട്ടുള്ളൂ വിവാഹത്തിലേക്കൊന്നും കടക്കാത്ത യുവതികളെ ആയിരിക്കും രാഹുൽ മാക്കൂട്ടം പീഡിപ്പിച്ചതെന്നൊക്കെ ആയിരുന്നു പൊതുവെ ആൾക്കാർക്കൊരു ധാരണ വന്നിരുന്നത്. പിന്നീടാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുതകളൊക്കെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ അതിനേക്കാളെല്ലാം ഉപരി കോടതിയുടെ വിധിന്യായത്തിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ പുറത്തേക്ക് അറിയാനായിട്ടിടയായത്. കാരണം ജാമ്യ ഉത്തരവുകളിൽ അത്തരം കാര്യങ്ങളെല്ലാം കോടതി വളരെ വ്യക്തമായിട്ട് പരാമർശിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. അതായത് വിവാഹിതരും ഭർത്തൃമതികളുമായിട്ടുള്ള സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞ അവിവാഹിതനായ രാഹുൽ മാക്കൂട്ടത്തിനെ, അതും അങ്ങോട്ട് ചെന്ന്, നമ്മളത് എടുത്തു പറയേണ്ട കാര്യമാണ്, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് അങ്ങോട്ട് ചെന്ന് 2 ദിവസം അവിടെ താമസിച്ച് ആർമാദിച്ചതിന് ശേഷം പിന്നെ കാലങ്ങൾ കഴിഞ്ഞിട്ട് പീഡന പരാതി, അതുപോലെ തന്നെ അന്യരാജ്യത്ത് ജോലി ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ പോലും കൂടെ ഇവിടെ വന്ന് സ്റ്റാർ ഹോട്ടലിൽ റൂമെടുത്ത് രാഹുൽ മാക്കൂട്ടത്തിനെ ക്ഷണിച്ചു വരുത്തി അവിടെ ആർമാദിച്ചതിന് ശേഷം പിന്നെയും കാലങ്ങൾ കഴിഞ്ഞ് പീഡന പരാതി, അതായത് വേണ്ടുവോളം സമ്മാനങ്ങളും ഇതൊക്കെ കൊടുത്തതിന് ശേഷം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെ പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ ഇത്തരം നിസ്സാര വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പെണ്ണ് വിഷയങ്ങളുടെ പേരിൽ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് ഒതുക്കി ഇല്ലാതാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ചതിയൻ റോള് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ എടുത്ത് ഉപയോഗിച്ചിരുന്നു എന്നാണ് നമ്മളിവിടെ നോക്കി കാണുന്നത്. അതുതന്നെയാണ് പൊതുസമൂഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തി മറ്റുള്ളവരെ താറടിക്കാനായിട്ട്, അതായത് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അതായത് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസികമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ എതിർപ്പ് ചേരിയിലുള്ളവരാണ് എങ്കിൽ എല്ലാ രീതിയിലും ആക്രമിച്ച്
കേസിൽ മറ്റെല്ലാ രീതിയിലും കുടുക്കിയിടുന്നത് പോലെ അതേ ഒരു തന്ത്രം തന്നെ വി.ഡി. സതീശനും ഈ ഒരു കാര്യത്തിനകത്ത് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ സാരാംശം. എന്താണെങ്കിലും ശരി, പൊതുസമൂഹം ഇതെല്ലാം വളരെ ജാഗ്രതയോടുകൂടി നോക്കി കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ നിലവിലുള്ള ഭരണകൂട ഭീകരതയുടെ കാഠിന്യം അതിഭയാനകമായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ച വരുന്നത് പോലെ ആവരുത് ഇനി അടുത്തൊരു സർക്കാർ എന്നുള്ള ഒരു ജാഗ്രത പൊതുസമൂഹത്തിനുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.